ബോസ് സീസൺസ് ആണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോള് ബിന്നി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിന്നി അനുമോളോട് പറയാണ്, ഈ വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അക്ബറും ആര്യനൊക്കെ ഞാനിന്ന് ഫുഡ് വിളമ്പുന്ന സമയത്ത് എനിക്കും ജിഷൻ ചേട്ടനും വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് കറി അവർക്ക് കൊടുത്തില്ല, ക്വാണ്ടിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മെക്കിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കി കയറുകയാണ്. ഞാൻ ജിസേലിനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ ഇനി ജിസേലിനെ സപ്പോർട്ട് ചെയ്യാൻ പോവില്ല. ഇനിയിപ്പോൾ ജിസേലിൻ്റെ അപ്പൂപ്പൻ വന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഇനി ഈ ബിഗ് ബോസ് വീട്ടിൽ അവൾ ഇനി സപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെ ബിന്നി പറയുന്നുണ്ട്. അപ്പൂപ്പൻ എന്നൊക്കെ വിളിച്ചത് ഭയങ്കര തെറ്റായിപ്പോയി, ജിസേലിൻ്റെ അപ്പൂപ്പനൊന്നും പറയാൻ പാടില്ല എന്ന് റന ഫാത്തിമ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്താണ് ഇനി അവൾ സപ്പോർട്ട് ചെയ്യില്ല. അവർ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് അനുമോളും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു പീസാണ് അവിടെ ഉണ്ടായിരുന്നത്. അതെന്നോ ഇരിക്കുന്ന സാധനമാണ് ഞാനെടുത്ത് കഴിച്ചത്. അതിനാണ് ഈ ബിഗ് ബോസിൽ ഇവർ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്താണെങ്കിലും അവസാനം ബിന്നിക്ക് നല്ല ബോധോദയം വന്നിരിക്കുകയാണ്. ബിന്നി പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും നാളും ആ ഗ്യാങ്ങിൽ ചേർന്ന് അവരുടെ കൂടെ എല്ലാം സപ്പോർട്ട് ചെയ്ത് നടന്നിട്ട് അവസാനം അവർ നമുക്കെതിരെ തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ എന്താണെങ്കിലും വലിയ വിഷമം ഉണ്ടെന്ന് ബിന്നി പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇനി അവരുടെ കൂടെ ഒരു ഇതിനും പോവില്ല എന്ന് ബിന്നി പറയുന്നുണ്ട്. നമ്മളെ അവർ കൂടെ കൂട്ടിയത് തന്നെ അവർക്ക് വോട്ട് കിട്ടാനും അവരെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മാത്രമാണ് നമ്മളെ കൂട്ടിയതെന്ന് ബിന്നി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനുമോള് പറയുന്നുണ്ട്, മസ്താനിക്ക് ഇപ്പോൾ കുറച്ച് കൂടുന്നുണ്ട്. മസ്താനി ഇപ്പോൾ അവരുടെ കൂടെ കൂടിയിട്ട് ഒരു മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നോട്, എന്നെയും പ്രവീണിനെയും ചേർത്ത് മോശമായ രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദിൽ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയരുത്, ഇതൊക്കെ പുറത്ത് വേറെ രീതിയിൽ പോകുന്നു. ഇനിയിപ്പോൾ എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. മസ്താനി പല കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളൊരു ഡബിൾ മീനിങ്ങിലാണ് എന്നോട് സംസാരിക്കുന്നത്. അത് ഞാൻ എന്താണെങ്കിലും മാറ്റി കൊടുക്കാമെന്ന്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൾ ഈ ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിൽ ഉണ്ടല്ലോ, പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ബിന്നി എന്താണെങ്കിലും ജിസേലിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ അനുമോളെ കണ്ടു പഠിക്കാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുമോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്ത് മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. നിന്നെ പോലെ പല സ്ഥലത്തും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ആ ഒരു പ്രശ്നത്തിൽ നീ കിച്ചണിൽ ഇന്നലെ കാണിച്ചതുപോലൊന്നും അനുമോൾ കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും അനുമോൾ സൂപ്പറായിട്ടാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ ടാസ്കുകളാണെങ്കിലും ശരി എല്ലാം ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും അനുമോളുടെ കൂടെയാണ് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ളത്.